പിന്നെന്താ, വിത്ത് പ്ലഷർ. നമ്മൾ ഈ വൈദ്യപരിശോധനയ്ക്കായിട്ട് ജനറൽ ആശുപത്രിയിലേക്കൊന്നും അല്ല കൊണ്ടുപോകേണ്ടത്. നീ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് നല്ലതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കാട്രിസ്റ്റിനെ ഒക്കെ കാണിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഭ്രാന്താണെന്നല്ല ഞാൻ പറയുന്നത്, കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാത്ത ഒരു സാഹചര്യത്തിലാണ്. ശരിക്കും ഒരു സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇടുന്ന അല്ലെങ്കിൽ ആളുകളെ കുറിച്ച് അപവാദം പറയുന്ന ഇവനെയൊക്കെ എം ജി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുരിച്ചു നിർത്തി കൂമ്പിലിടിച്ചെന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. അങ്ങനെയുള്ള കണ്ടന്റ് നിർമ്മിക്കുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിയിലല്ല കേട്ടോ കേരള സമൂഹം ഇനി രാഹുൽ ഈശ്വറിനെ കാണേണ്ടത്. അപ്പൊ എന്റെ ഐഡിയക്ക് യാതൊരു വിലയില്ല. റിവേഴ്സ് പോകുമ്പോ ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന് കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. കാരണം അയാൾ ചെയ്യുന്ന കുറ്റകൃത്യത്തിന്റെ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെയാണ് അയാളുടെ പ്രതികരണങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഐ എം സോറി, ഇനി നിങ്ങളുടെ തോന്നിയ അനുവദിക്കാനാവില്ല. ഇതൊന്നും പട്ടാള പറഞ്ഞോ, സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ മേലെ. ഒരു നോർമൽ വൈദ്യപരിശോധന മാത്രം പോരാ, ഇതുപോലെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അവർക്ക് സ്റ്റേറ്റ് തന്നെ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ അത് കൊടുക്കാൻ കൂടി സ്റ്റേറ്റ് തയ്യാറാകണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണം. കാരണം ഇയാളെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷവും തെളിവെടുക്കാൻ കൊണ്ടുപോകുമ്പോൾ അയാൾ പറയുന്നത് ഞാൻ ഇത് വീണ്ടും ചെയ്യും, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണ്, ഞാൻ അത് ചെയ്തിട്ടില്ല, ജഡ്ജിക്ക് തെറ്റിയതാണ്, പോലീസിന് തെറ്റിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളുടെ വാദം തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ അലറി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടി. അതൊരു സ്ഥിരബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു രീതിയായിട്ട് കണ്ടാൽ തോന്നുകയില്ല. പാവം പട്ടാണെന്ന് തോന്നുന്നു. അമിതാവേശവും ആൾക്കൂട്ടത്തിന്റെ കയ്യടി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആവേശവും, ഈ രണ്ട് ആവേശവും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയുണ്ട്. ആ മാനസികാവസ്ഥയാണോ രാഹുൽ ഈശ്വറിന് എന്നതും അറിയില്ല. ഒന്നും അറിഞ്ഞോണ്ടല്ലോ, മനഃപൂർവ്വല്ലേ. മണ്ടനാണോ ഇനി മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ ഈ കണ്ടന്റ് ക്രിയേഷനിലൂടെ ലാഭം ഉണ്ടാക്കാൻ? ചിലർ അങ്ങനെയുണ്ടല്ലോ, മണ്ടനായിരിക്കില്ല പക്ഷെ മണ്ടനായിട്ട് അഭിനയിച്ച് എങ്ങനെയായാലും എനിക്കും കിട്ടണം പണം എന്ന ലൈനിൽ പോകാം. വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസേ ഉള്ളൂ, ഇതുകൂടെ തീർന്നാ വംശനാശം. എന്റെ ദൗത്യം കഴിഞ്ഞു. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.